പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശം ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ താഴ്മ വാഴ്ത്തപ്പെട്ടതാകുന്നു. ഹാശായാൽ കഷ്ടതയേറ്റ സഭ നാഥാതേ സ്തുതിയും മാനം ഞങ്ങളിലും യെരൂശലേം വാതിൽ കർത്താവേ സ്തോത്രം, കർത്താവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഉറക്കമില്ലാത്തുണർന്നവനായ എൻ്റെ കർത്താവേ, ഉണർച്ചയെ സ്തോത്രം ചെയ്യുവാനായിട്ട് പാപത്തിൻ്റെ വഴികളിൽ ഞങ്ങളുടെ ഉറക്കത്തെ നീ ഉണർത്തേണമേ. മരണത്തിൻ്റെയും നാശത്തിൻ്റെയും ഉറക്കത്തിൽ നിന്ന് ഞങ്ങൾ വൃഥാസ്ഥയെ ജീവിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, വാഴ്ത്തപ്പെട്ടവൻ നീയാകിയാൽ നിന്നെ സ്തുതിക്കുന്നവരായ സ്വർഗീയ മാലാഹമാരുടെ മഹത്വമുള്ളവർ നിങ്ങളോട് ഒരുമിച്ച് ശ്രദ്ധയോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും നിന്നെ സ്തുതിച്ചു വാഴ്ത്തുവാൻ നിങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. ബാറക്കുമോർ. രാത്രികാലങ്ങളിൽ കർത്താവിൻ്റെ ഭവനത്തിൽ നിൽക്കുന്നവരായി കർത്താവിൻ്റെ സർവദാസന്മാരുമായുള്ളവരെ നിങ്ങൾ കർത്താവിനെ വാഴ്ത്തുവീൻ. കർത്താവിനെ സ്തുതിപ്പീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് സഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ജീവിപ്പിക്കാൻ ചെയ്യണമേ. പ്രവേശിക്കുകയും എൻ്റെ നാവ് നിന്റെ വചനം ഉച്ചരിക്കും. എന്തെന്നാൽ നിന്റെ കൽപ്പനകളെല്ലാം നീതിയോടുകൂടിയവയാകുന്നു. നിന്റെ കൽപ്പനകൾ നീ എന്നെ പഠിപ്പിക്കുമ്പോൾ നിന്റെ അതിരങ്ങൾ നിന്റെ സ്തുതികളെ ഉച്ചരിക്കും. ഞാൻ എൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ടതിനാൽ സഹായിക്കണമേ. എൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് കാത്തിരുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ ധ്യാനിച്ചു. എൻ്റെ ആത്മാവ് ജീവിച്ചു നിന്നെ സ്തുതിക്കുകയും നിന്റെ ന്യായവിധി എന്നെ സഹായിക്കുകയും ചെയ്യണമേ. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാൽ അവൻ്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കും കർത്താവാകുന്നു. ദൈവമേ യോഗ്യമാകുന്നു. ധന്യൻ ഗുണനിധിതൻ കൃപയെ പ്രേഷിപ്പിച്ചോന്മേലിന്നും ആദാമ്യർക്കായി വിധി നിലയെ സഹിതാല്യാത് ഏറ്റോന കഷ്ടത കൈക്കൊണ്ടോൻ സ്തുത്യൻ സർവാധീശാദേ സ്തോത്രം.
യാതനയും ദുഷിയും കുരിശും നൽകി കഷ്ടത കൈക്കൊണ്ടോൻ സ്തുത്യൻ സർവാധീശാദേ സ്തോത്രം. ശുഭഹുലബുലബുറുവൽ റൂഹു ഖാദീശോ ദാവീദിൻ സുതയിൽ ജാതം ചെയ്തോൻ പാപം മോചിപ്പാൻ മനസ്സായാതനയേറ്റിടുവാൻ കനിഭവനെ പ്രേരിപ്പിച്ചു കഷ്ടത കൈക്കൊണ്ടോ സ്തുത്യൻ സർവാധീശാദേ സ്തോത്രം. കുരിയലായിസോൻ നാഥ നീ ഏറ്റൊരു ഹാസാധന്യം കുരിയലായിസോൻ കുരിയലായിസോൻ മോറാനസ്രഹമലായിൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്കുമോർ തന്റെ സ്ലീബായ തന്റെ ഇടവയ്ക്ക് ശക്തിയുള്ള ആയുധമാക്കി തീർക്കുകയും തന്റെ അവകാശത്തിന് രക്ഷയുടെ പരിചയത്തിന് നൽകുകയും അതിനാൽ സഭയുടെ കൊമ്പിനെ ഉയർത്തുകയും അതിനാൽ തന്റെ ഇടവകയുടെ ആട്ടിൻകൂട്ടെ സംരക്ഷിക്കുകയും തന്നെ ഉപേക്ഷിച്ച ജനത്തെ ലജ്ജിപ്പിക്കുകയും ചെയ്ത തനിക്ക് അവർണ്ണീയമായ സ്തുതികളും അന്തമില്ലാത്ത പ്രഭകളും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരാകണമേ. തനിക്ക് ഈ സമയത്തും സകല പെരുന്നാളുകളിൽ നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറക്കുമോർ പിതാവിൻ്റെ വചനമായി ഏകപുത്രനും തൻ്റെ പിതാവിൻ്റെ ഭേദമില്ലാത്ത രൂപവും മുദ്രയുമായ ഞങ്ങളുടെ മശിഹ തമ്പുരാനെ നിന്റെ കൃപയുടെ ബോധത്താൽ നശിച്ചുപോയ നിന്റെ സൃഷ്ടിയുടെ മേൽ നിനക്ക് ദയ തോന്നി ഞങ്ങളുടെ രക്ഷയ്ക്കായി ഇറങ്ങി വരികയും നിന്റെ ദൈവിഷ്ടത്താൽ കന്യാവ്രതമുള്ള ഗർഭപാത്രത്തിൽ നിന്ന് കഷ്ടതയുള്ള ഞങ്ങളുടെ ശരീരത്തോട് യോജിക്കുകയും നിന്റെ കഷ്ടാനുഭവത്താൽ ഞങ്ങളുടെ കഷ്ടതകളെ നീക്കിക്കളയുവാനായിട്ട് ഞങ്ങളുടെ കഷ്ടതകൾ നിമിത്തം നീ കഷ്ടം അനുഭവിക്കുകയും എല്ലാവരെയും പോലെ മരിക്കുകയും ചെയ്യാനുള്ളവർക്കും മരണമുള്ളവർക്കും രക്ഷയുണ്ടാക്കുവാനായിട്ട് നിന്റെ മരണത്താൽ എല്ലാവരെയും ജീവിപ്പിക്കുകയും മരണത്തെ ജീവനും കഷ്ടതകളെയും കഷ്ടതയില്ലായ്മയായി മാറ്റുകയും ചെയ്തു. നീ സ്വഭാവത്തിൽ ദൈവമാകൊണ്ട് ബലഹീനതയുടെ ജഡം ധരിച്ചു. നീ കഷ്ടാനുഭവത്തിനടുത്ത് വന്ന് യഹൂദന്മാരിൽ നിന്നുള്ള അപമാനത്തെ സ്വീകരിച്ചപ്പോൾ പ്രകൃതികൾ അവയുടെ ദുഷ്ടാവേറ്റ നിന്നയെ കണ്ട് സഹിക്കവയ്യാതെ ഞെട്ടിവിറയ്ക്കുകയും പഞ്ചഭൂതങ്ങൾ പരിഭ്രമിക്കുകയും ചെയ്തു. ഇത് ഹേതുവായിട്ട് നീ സ്ലീബായിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് തങ്ങളുടെ നാഥനും രക്ഷിതാവുമായവനെ തിരിച്ചറിയുന്നതിന് മനസ്സില്ലാതെ നിന്നെക്കുറിച്ചിൽ തറച്ചവരുടെ പശ്ചാത്താപമില്ലാത്ത കഠിന ഹൃദയം ലജ്ജിച്ചു പോകുവാനായിട്ട് സൂര്യൻ തൻ്റെ കിരണങ്ങളെ മറിച്ചു കളഞ്ഞു. പാറകൾ പൊളിയുകയും വാതിൽ മറകീറുകയും ഭൂമി വിറയ്ക്കുകയും ചെയ്തു. യൂദ കെട്ടിഞ്ഞാന്നു. മരിച്ചവർ പുനരുദ്ധാനത്തിൻ്റെ സത്യത്തെ മുൻകൂട്ടി കാണിച്ചുകൊണ്ട് ജീവിച്ചെഴുന്നേൽക്കുകയും കുരിശിക്കപ്പെട്ടവൻ സാക്ഷാൽ ദൈവമാകുന്നു എന്നട്ടഹസിക്കുകയും ചെയ്തു. സത്യമായിട്ടും ഇവൻ ദൈവപുത്രനാകുന്നു എന്ന ശതാധിപൻ നിലവിളിക്കുകയും കള്ളൻ സ്തോത്രം ചൊല്ലുകയും ചെയ്തു. നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെട്ടതിനാൽ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ മരിച്ചതായി നീ കാണിച്ചു. ദൈവത്വം ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും അകന്നു പോകാതെ അവ രണ്ടിനെയും യോജിപ്പിച്ച് ഞങ്ങളുടെ മരണം ഞങ്ങൾക്ക് വേണ്ടി നീ കയ്യേറ്റു. അത് നിൻ്റേതായിട്ടല്ല, നിനക്ക് വേണ്ടിയുമല്ല. എൻ്റെ പിതാവേ, എൻ്റെ ആത്മാവിനെ
നിന്റെ കയ്യിൽ പരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ നിന്റെ പിതാവിനെ നീ പരമേൽപ്പിച്ചു. പാതാളത്തിലേക്ക് നീ ഇറങ്ങി മെന്നനസ്ഥന്മാരെ പുറത്തു വരുവിനെന്നും അന്ധകാരത്തിൽ അടിമകളായി കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് പോരുവിനെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള അടിമകളോടും മെന്നനസ്ഥന്മാരോടും നീ സദ്വർത്തമാനം പ്രസംഗിച്ചു. ഞങ്ങളുടെ അടുക്കൽ പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുകയും ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെ പരിശോധിച്ചുകൊണ്ട് സ്തുതിച്ചു പറയുന്നത് എന്തെന്നാൽ, ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കി തീർത്ത് നാശമില്ലായ്മയിലേക്ക് എഴുന്നേൽപ്പിക്കുവാനും പുനരുദ്ധാനത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ആശ ഞങ്ങളിൽ വിതപ്പാനുമായിട്ട് നീ സൃഷ്ടിയെ വിളിച്ചു നിർത്തി. കുരിശിൽ തൂങ്ങി ഞങ്ങളുടെ കഷ്ടതകളിൽ സംബന്ധിക്കുകയും മരണത്തിന് അധീനനാകുകയും ചെയ്തതുപോലെ ഇത്ര മഹത്തരവും വിസ്മരണീയമായ ഒരു കാര്യമില്ല. ഇത് ഹേതുവായിട്ട് ഈ സുഗന്ധധൂപം മൂലം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജഡത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും മോഹങ്ങളെയും മരവിപ്പിച്ച് നിന്റെ സ്കീപ്പായി വഹിപ്പാനും നിന്റെ കഷ്ടാനുഭവങ്ങളെ സദൃശ്യപ്പെടുവാനും ഞങ്ങളെ എല്ലാവരും നീ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ക്രോധത്തെയും നാശകരമായ മോഹത്തെയും കല്ലറയിലിട്ട് മൂടി നിന്നോടുകൂടി ഞങ്ങൾ സംസ്കരിക്കപ്പെടുമാറാകണമേ. ഞങ്ങൾ നിന്നിൽ നിന്ന് അക്ഷീയമായ ജീവനെ നേടുകയും കർത്താവിനടുത്തതും ശാശ്വതവുമായ ഉറപ്പിന് സന്തോഷത്തോടെ പ്രകാശത്തിൻ്റെ കൂടാരങ്ങളിൽ നിന്റെയും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും ഉത്തമനും വന്നിന് സാരാവസ്ഥ നിനക്ക് സമനായിരിക്കുന്നവനുമായ പരിശുദ്ധ റൂഹായുടെയും മഹത്വോന്നതത്തിൽ വസിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഘോഷോ വബുകുലുസുവാലവൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോർ സ്വഭാവത്തിൽ ദൈവമായിരിക്കുമ്പോൾ തൻ്റെ ശ്രേഷ്ഠവസ്ഥയെ താഴ്ത്തി തിരുവിഷ്ടത്താൽ കഷ്ടാനുഭവത്തിനെന്ന ദൈവപുത്രനെയും മേലുള്ള എറിയന്മാർ കണ്ടപ്പോൾ എത്രയും അത്ഭുതപ്പെട്ടു. ആദാം രക്ഷയ്ക്ക് വേണ്ടി എത്രയും താഴ്ത്തപ്പെടുകയും പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മരണമുള്ള വർഗത്തെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്തവനായ നിനക്ക് സ്തുതി. ബാറക്കുമോ ശാപം നിറഞ്ഞ ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി. ഭൂമി അതിൻ്റെ പാദവിന്യാസത്താൽ അനുഗ്രഹിക്കപ്പെടുകയും മുള്ളുകളെ ഉന്മൂലനം ചെയ്യുകയും എല്ലാവിധ നന്മകളും അതിൽ വിതയ്ക്കുകയും ചെയ്തു. സപ്രയന്മാരും പ്രീശന്മാരും സത്താന്റെ ദുരാലോചനയാൽ തൻ്റെ നേരെ പാഞ്ഞെത്തുകയും നിരപരാധിയാൽ കുറ്റമില്ലാത്ത മരണത്തിനോർ വിധിക്കുകയും ചെയ്തു. തിരുവിഷ്ടത്താൽ ബലിയായിത്തീരുകയും മരണം ആസ്വദിക്കുകയും താണിറങ്ങി ആദാമിനെ കരയേറ്റുകയും ചെയ്ത മഹാപുരോഹിതനായുള്ളവയും നിന്റെ ജീവനുള്ള ശബ്ദം നിദ്ര പ്രാപിച്ചവരെയും പുനരുദ്ധാന ദിവസത്തിൽ കബറിൽ നിന്ന് പർദീസയിലേക്ക് വിളിച്ചു നിർത്തുമാറാകണമേ. ബാറക്കുമോ നീ തീക്കൽപ്പാറ തുറന്ന് അബ്രഹാമിന്റെ പുത്രിയെ കുടിപ്പിക്കുകയും നിന്നെ ദീക്ഷിച്ചവൾക്ക് മന്നായും കാടപ്പക്ഷിയും ഭക്ഷണമായി കൊടുക്കുകയും ചെയ്തു. എന്നെ തള്ളിപ്പറയാതിരുന്ന സത്യമണവാട്ടിയായ തിരുസഭയ്ക്ക് എൻ്റെ വിലാവ് തുറന്നു കൊടുക്കുകയും ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ദൈവം പോൽനാഥൻ ഭൂതത്തെ നീക്കി ബേൽസാബുബാലെന്നാർപ്പൈസാദ്യം തൻ അത്ഭുതങ്ങൾ കേടറ്റോനെ നിന്നിച്ചിടാൻ അവരുടെയുള്ളിൽ സാത്താൻ മേവി.
നിൻവീധി ചെയ്തോ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ മുറിയോരാഹി മേലൈനു ഞങ്ങൾക്കായുളവായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക. ശാഖ്യൻ നട്ടു പുഷ്ടിയിടും ധരയിൽ തോട്ടത്തിൽ കാലുകൾ നാട്ടി ചട്ടത്തിൽ വേലികൾ കേട്ടി നിങ്ങൾ ഏൽപ്പിച്ചൊരു നിയമാവലിയ വേലിക്കെട്ട് പൊളിക്കും ഞാൻ ഇരുബലിയുണ്ടാകായ്മ ചക്കു തകർക്കും لمريوس بهالين وعليكم رحمة والمين Evangelion Gadiso من متى يسليهو വേദപണ്ഡിതന്മാരിലും പരീശന്മാരിലും ചിലർ യേശുവിനോട് ഗുരു നിന്നിൽ നിന്ന് ഒരു അടയാളം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ ഉത്തരമായി അവരോട് അരുളി ചെയ്തു, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ വേറെ അടയാളം അതിന് ലഭിക്കുകയില്ല. യോന 3 പകലും 3 രാവും തിമിംഗലത്തിൻ്റെ ഉള്ളിലായിരുന്നു. അതുപോലെ തന്നെ മനുഷ്യപുത്രനും 3 പകലും 3 രാവും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനിവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോടുകൂടി എഴുന്നേറ്റതിനെ കുറ്റപ്പെടുത്തും. അവർ യോനായുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ഇവിടെ ഇതാ യോനയേക്കാൾ വലിയവൻ തെക്കേ ദേശത്തെ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോടുകൂടി എഴുന്നേറ്റതിനെ കുറ്റം വിധിക്കും.
അവൾ ശലോമോന്റെ ജ്ഞാനവചനങ്ങൾ കേൾക്കുവാൻ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു. ഇവിടെ ഇതാ ശലോമോനേക്കാൾ വലിയവൻ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിൽ അലിഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അശുദ്ധാത്മാവ് താൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ തിരികെ ചെല്ലുമെന്ന് പറയുന്നു. അത് തിരികെ വരുമ്പോൾ ആ ഭവനം ഒഴിഞ്ഞും അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ടതുമായി കാണുന്നു. അപ്പോൾ അത് പോയി തന്നേക്കാൾ ദുഷ്ടതയുള്ള വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ കയറി പാർക്കും. അങ്ങനെ ആ മനുഷ്യൻ്റെ അവസാനം ആദ്യത്തേതിനേക്കാൾ കഷ്ടതരമായി തീരുന്നു. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ തന്നെ സംഭവിക്കും. യേശുതമ്പുരാൻ അരുളി ചെയ്യുമ്പോൾ വേദപണ്ഡിതരും പരീശന്മാരും കഠിനമായി കോപിച്ച് അവനെ നിശിതമായി വിമർശിക്കുവാൻ തുടങ്ങി. അവനെ വാക്കിൽ കുടുക്കി ദോഷാരോപണം ചെയ്ത് പിടികൂടുവാൻ തക്കം നോക്കിക്കൊണ്ട് അവർ പലതും അവനോട് ചോദിക്കുകയും ചെയ്തു. ലമൊറിയോ സെഗത്തോ പീഠാത്താഴ്ചകളാൽ നമ്മെ സ്തുതിയും മാനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഇനിയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സ്തുതി മൃതിയാർന്നോനേ, വീണ്ടുമുയർത്തോനേ, Grilai son, grilai. Moranis rahamelain, moranis rahamelain. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്തതല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബാറക്കുമോർ തന്റെ ശ്രേഷ്ഠയുടെ ബലത്തിൽ മഹത്വമുള്ളവനും തന്റെ താഴ്മയുടെ സമൃദ്ധിയിൽ വന്ദിനും തന്റെ മഹത്വത്തിൽ സകലത്തെക്കാളും ഉന്നതനും തന്റെ സ്നേഹത്തിൽ എല്ലാവരെക്കാളും വിനയപ്പെട്ടവനും തന്റെ രക്ഷയിൽ പൂർണ്ണനും തന്റെ ഉന്നതിയിൽ ഏകനും തന്റെ വചനശക്തിയാൽ സകലത്തെയും വഹിച്ചിരിക്കുന്നവനും തന്റെ കരുണ നിമിത്തം തിരുമനസ്സായതിനാൽ പിടിക്കപ്പെട്ടവനും തന്റെ ഉദയത്താൽ സകലത്തെ ആനന്ദിപ്പിക്കുകയും തന്റെ കഷ്ടാനുഭവത്താൽ സകലത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്ത മഹത്വമുള്ളവനായ തനിക്ക് സ്തുതി. തനിക്ക് രാത്രി നമസ്കാരത്തിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുസ്സുള്ള ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമാകുന്നു.
ബാറക്കുമോർ ബുക്കുൽ ഹുനിയോമോ സോദഹായ ലവൽമീൻ. ആമേൻ. ബാറക്കുമോ കർത്താവേ, നിന്റെ ശരീരത്തിൽ സകല രഹസ്യങ്ങളെയും നിവർത്തിക്കുകയും ന്യായപ്രമാണ ഭാഷയിൽ പറയപ്പെട്ടവയെ സ്ഥിരപ്പെടുത്തുകയും പഴയ തിരുവെഴുത്തിനെ മാറ്റിവെക്കുകയും ചെയ്തു. നീ മധ്യത്തിലുള്ള വേലിയെ പൊളിക്കുകയും നിന്റെ കൽപ്പനയാൽ കൽപ്പനകളുടെ ശത്രുതയെ മായ്ച്ചു കളയുകയും യഹൂദന്മാരെയും ജാതിയിലെയും പുതിയ മനുഷ്യനാക്കി പൂർണ്ണതയിലേക്ക് വരുത്തുകയും ചെയ്തു. വലിയ സമാധാനമാവും നിനക്കെതിരായ ശ്രോപ്പന്മാരാകുന്ന സമുദ്രം അടിച്ചു കയറുകയും പുരോഹിതന്മാരാകുന്ന പ്രളയം നിനക്ക് വിരോധമായി ശോഭിക്കുകയും ചെയ്തു. അപ്പോൾ ശാന്തമായ ദീർഘക്ഷമയോട് നീ വർത്തിച്ചു. നിന്റെ സ്കീപ്പായുടെ ചുവടുകൊണ്ട് ഹെർമോൻ സർപ്പത്തെ ചതുപ്പാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അസൂയ മൂലം പിടിപ്പെടുവാനായിട്ട് ആന്തരിക സർപ്പത്തിന്റെ വിഷം നിന്റെ മേലൊഴുക്കിയ ഉറവയും സ്വയം ഏൽപ്പിക്കുകയും പിടിക്കപ്പെടുകയും നിന്റെ ഉണ്മയെ താഴ്ത്തി ഇറങ്ങി വന്നതിനാൽ പിടിക്കപ്പെടുകയും ചെയ്തു. നിനക്ക് തിരുമനസായ ജഡം ധരിച്ചതിനാൽ ബന്ധിക്കപ്പെടുകയും ഇറങ്ങി വന്ന ജഡമെടുത്തതിനാൽ അടിയേൽക്കുകയും ചെയ്തു. ശക്തന മാതാവിൻ്റെ ഉദരം തന്നെ പ്രസവിച്ചതിനാൽ ഗോകുൽത്ത തന്നെ കൈക്കൊള്ളുകയും ഗർഭപാത്രം നിനക്ക് മതിയായതുകൊണ്ട് കബർ നിനക്ക് ഒരുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങൾ വെറുപ്പ് കൂടാതെ നീ കൈക്കൊള്ളുകയും കുരിശിൽ മരണത്തെ ആവലാതെ കൂടാതെ സഹിക്കുകയും ചെയ്തു. നീ കരുണയോടെ തിരുമനസായ ജഡമെടുത്തുന്നതിനാൽ മരിപ്പാൻ പ്രാപ്തനാകുകയും ഞങ്ങളെപ്പോലെ ആയിത്തീർന്നതിനാൽ കബറടക്കപ്പെടുകയും ചെയ്ത ജീവനുള്ളവനാകുന്നു. നിന്റെ ജീവൻ നിന്നിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുമ്പോൾ നിന്റെ കരുണ മൂലം മരിച്ചവനെ പോലെ ആയിത്തീർന്നവനായി മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമാകുന്നു. ദരിദ്രത്താൽ നിന്റെ സമ്പത്തിനെ മൂടുകയും നിന്റെ ദൈവത്വത്തെ നീ മനുഷ്യത്വത്തിൽ മറച്ചു വയ്ക്കുകയും അധികാരത്തെ നിന്റെ മനുഷ്യത്തിൽ മറച്ചു വയ്ക്കുകയും അധികാരികൾ നിന്നെ കണ്ടിട്ട് നിന്നെ അറിയാതിരിക്കുകയും നിന്റെ താഴ്മ കൊണ്ട് നീ പിശാചുകളെ ലജ്ജിപ്പിക്കുകയും നിന്റെ ബലഹീനതയാൽ പ്രഭുക്കരെ നാണിപ്പിക്കുകയും ജ്ഞാനികളെ മായ്ച്ചു കളയുകയും നിന്നെക്കുറിച്ച് താർക്കികന്മാരുടെ ഇടയിൽ തർക്കമുണ്ടാക്കുകയും ജ്ഞാനികൾ പരാജയമടഞ്ഞ അതിശയവും നീയാകുന്നു. നിന്നെക്കുറിച്ചുള്ള തത്വജ്ഞാനികൾ വ്യാഖ്യാനിപ്പാനായിട്ട് നോക്കിയെങ്കിലും വ്യാഖ്യാനിപ്പാൻ കഴിഞ്ഞില്ല. നിന്നെ പരിശോധിച്ചറിയുവാൻ നോക്കിയെങ്കിലും അവർക്ക് അതിന് കഴിഞ്ഞില്ല. ഞങ്ങളുടെ മഷികാ തമ്പുരാനെ നിർണയിക്കപ്പെടുവാൻ വകയില്ലാത്ത ദൈവമേ, ഞങ്ങൾ ഈ പരിമളതവും നിനക്ക് അർപ്പിച്ച് അപേക്ഷിക്കുന്നു. നിന്നെ ജീവിപ്പിക്കുന്ന രക്തത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ വിശുദ്ധ സഭയെ നിന്റെ സ്നേഹം മൂലം നീ ദർശിപ്പിക്കണമേ. വഴിതെറ്റിപ്പോയ പ്രജാതികളുടെ അഹങ്കാരത്തെ മായ്ച്ചു കളയണമേ. വേദവിരോധികളുടെ ഉയർച്ചയെ വേഗത്തിൽ ഇടിച്ചു നിരത്തണമേ. നിന്റെ വിശുദ്ധ രക്തത്താൽ നീ രക്ഷിച്ചിട്ടുള്ള നിന്റെ അവകാശമായ സഭയ്ക്ക് വേണ്ടി നീ സംരക്ഷണം ചെയ്യുന്നവനായിരിക്കണമേ. എല്ലാ പള്ളികളിലും ഭവനങ്ങളിലും സന്യാസമഠങ്ങളിലും സത്യവിശ്വാസം സ്ഥാപിക്കണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ രാജ്യത്തിന് യോഗ്യരാക്കണമേ. ഞങ്ങളെ നിന്റെ പ്രകാശത്തിന് മക്കളാക്കി തീർക്കണമേ. എന്തെന്നാ നീ കരുണയുള്ളവനും കൃപാസമൃദ്ധിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നീ മുഖാന്തരം നിന്നോടുകൂടെ നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. ബാറക്കുമോർ ഹോശോ അബ്കുൽ സുബ്ഹാനവൽമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോർ സത്യത്തെ ദീക്ഷിച്ച യൂതന്മാരും യേശുദമ്പരാനെതിരായി കൂടിയും തൻ്റെ സർവ്വ നന്മകൾക്കും പകരം അവർ തിന്മ പ്രതിപകരം നൽകുകയും തന്നെ തൂക്കുവാൻ അവർ മരണമൊരുക്കുകയും അന്യായക്കാരോടൊന്നിച്ച് തന്നെ ഗണിക്കുകയും ചെയ്തു. ലോകരക്ഷകനായ താൻ നമ്മെ കൂട്ടിച്ചേർക്കുകയും അവരെ ചിതറിക്കുകയും ചെയ്തു. ബാറക്കുമോ സുബഹുലാബോലുബ്രോവൽ റൂഹോ കാദീസോ. വാത്സല്യവാന്മാരെ, മണവർക്കുള്ളിൽ ദേശീയദോഷം ചെയ്ത മണവാളനെ സ്കീപ്പായിൽ തൂക്കി മണവാട്ടിയായി ക്രൂശകയായ സിഹോനെ അല്ലാതെ ആരെ ഇവിടെ കണ്ടിട്ടുണ്ട്? കാളക്കുട്ടിയും ബാലനെയും വറക്കുമോർ ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അശേഷം ഭേദപ്പെടാതെ തന്നെ താൻ ശൂന്യമാക്കി ദാസന്റെ സാദൃശ്യമെടുത്ത് സാക്ഷാൽ മനുഷ്യനായി തീർന്ന ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടും ഞങ്ങളുടെ സ്തോത്രത്തിന്റെ പ്രധാന പുരോഹിതനുമായ മശിഹാ തമ്പുരാനെയും നിന്റെ തിരുമുമ്പാൽ ഞങ്ങൾ സമർപ്പിച്ചതായ ഈ സുഗന്ധധൂപത്താൽ ഞങ്ങൾ നിന്റെ കഷ്ടാനുഭവത്തിൽ കഷ്ടമനുഭവിപ്പാനും നിന്റെ താഴ്മയിൽ സാദൃശ്യപ്പെടുവാനും നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ നിന്റെ സ്വർഗരാജ്യത്തിൽ സന്തോഷിപ്പാനും നിന്റെ അപരിമിതമായ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കണമേ.
ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുമാറാകണമേ. ബറക് മോർ മോറൻ വാലോഹാൻ ലൗൽമീ. ഇന്നാൾ നാഥൻ സത്യത്തിൻ ദർശകർ ഘോഷിച്ച ദിവ്യരഹസ്യം വെളിവാക്കി യൂതജനത്താൽ പീഡിതനാമെന്നും മൃതിയാലുലകം രക്ഷിതമാമെന്നും വീണ്ടും താൻ വന്നിടുമെന്നും നിബിവാക്യത്താലും താതന്മാരുപമകളാലും മുമ്പേ അറിയിച്ചു. ഹാലേലൂയ സ്തുത്യം തദ്വിനയം ബാറക്കുമോ സുബഹോല ബോല ബറോവൽ റൂഹു ഖാദീസോ. Brukmur hasok dahvahlo fain brukmur koko dumitolosan. മിശിഹായി പീഡികൂടിയ യൂദ തോൽപ്പിച്ചവനെ ക്രൂശിച്ചില്ല. ആദത്തെ പറുദീസ ഏറ്റാൻ പകരം മരണം നുകരാനായി മൃതി പോകിടാൻ സ്വയമേൽപ്പിച്ചാൻ. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യരുതേ. മോറാനിസറാഹാമലാൻ ബഹാശുക്രാബോദഹലോഫാൻ നെഹവേ വിനയം
ഉളവാക്കിയ നീ സ്തുത്യർഹൻ. നിന്നിടവകാതി നിർമ്മലമാ മനമൊടു നിന്നെ കീർത്തിപ്പു. പീഡകളേറ്റതിനാൽ നിൻപേ അതു മഹിമാ മുടിമുടയുന്നു. ആയിരമായി പതിനായിരമായി കർത്താവേ സ്തുതിതേ സ്തുതിതേ സ്തുതിതേകാതെന്നും സ്തുതിയെന്നേക്കും സ്തോത്രം ദേവാ. باركمون مريوش والين وليكن رحمة والمين. Evangelion men Johannes Schlicho. യേശു തന്നെ മാതാവിനോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടെ കവർന്നൂമിലേക്ക് പോയി. കുറച്ചുനാൾ അവിടെ താമസിച്ചു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ സമീപിച്ചപ്പോൾ യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ ആടുമാടുകളെയും പ്രാവുകളെയും വിൽക്കുന്നവരെയും നാണയമാറ്റക്കാരെ ഇരിക്കുന്നത് കണ്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെ എല്ലാം ആടുമാടുകളോടുകൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ മേശകൾ മറിച്ചിട്ട് നാണയങ്ങൾ ചിതറിച്ചു. പ്രാവുകൾ വിൽക്കുന്നവരോട്, നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ഭവനം വ്യാപാരശാലയാക്കരുത് എന്ന് പറഞ്ഞു. നിന്റെ ഭവനത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ ഗ്രസിച്ചു കളയുമെന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ ഓർത്തു. യഹൂദന്മാർ യേശുവിനോട്, ഇതെല്ലാം ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് നീ എന്തടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ ഉത്തരമായി, ഈ ആലയം പൊളിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് വീണ്ടും പണിയാം എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, 46 വർഷം കൊണ്ടാണ് ഈ ദേവാലയം നിർമ്മിച്ചത്, ഇത് 3 ദിവസം കൊണ്ട് നീ വീണ്ടും പണിയുമോ എന്ന് ചോദിച്ചു. എന്നാൽ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ശിഷ്യന്മാർ ഓർത്തു. അങ്ങനെ അവർ തിരുവെഴുത്തും യേശു പറഞ്ഞ വചനങ്ങളും വിശ്വസിച്ചു. പെസഹ പെരുന്നാളിൽ യേശു യെരുശലേമിലായിരുന്നപ്പോൾ ചെയ്ത അടയാളങ്ങൾ കണ്ട് അനേകം ആളുകൾ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. എന്നാൽ അവൻ എല്ലാവരെയും അറിഞ്ഞിരുന്നുകൊണ്ട് അവൽ വിശ്വാസം അർപ്പിച്ചില്ല. മനുഷ്യൻ്റെ അന്തർഗതം അറിയാമായിരുന്നതുകൊണ്ട് അവരെപ്പറ്റി മറ്റുള്ളവരുടെ സാക്ഷ്യം യേശുവിന് ആവശ്യമില്ലായിരുന്നു. യേശു തമ്പുരാൻ അരുളി ചെയ്തു, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗസ്ഥനായ മനുഷ്യപുത്രനല്ലാതെ ആരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തി നാട്ടിയതുപോലെ മനുഷ്യപുത്രനെയും അവൻ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ ഉയർത്തി നാട്ടേണ്ടിയിരിക്കുന്നു. ദൈവം തൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ അവനെ നൽകുവാൻ തക്കവണ്ണം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവൻ വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവൻ ദൈവത്തിൻ്റെ ഏകപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തതിനാൽ മുമ്പേ തന്നെ വിധിക്കപ്പെട്ടിരിക്കുന്നു. ന്യായവിധി ഇതാകുന്നു: പ്രകാശം ലോകത്തിലേക്ക് വന്നു, മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികം അന്ധകാരത്തെ സ്നേഹിച്ചു. എന്തെന്നാൽ അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു, അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുവാൻ അവൻ പ്രകാശത്തിലേക്ക് വരുന്നില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു, അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ
ദൈവത്താൽ ഉള്ളതെന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു. ബറക്കുമോല മുറിയോ സഗുത്തോ Bidonodlilionaude nesgudlilamshi hodfarkan bahasi nesgudlilamshi Look more teshubuhato labu Abundu Bismayo Nehesabiono Ikano Bismayo Baravo Lotalal Nasiono Elofaso Menbiso Wahailo Teshubuhato Putrarhasyam Shraddhipin Kurielaison നിങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബർക്കുമോർ തൻ്റെ തിരുമേനിയാൾ ദീർഘദർശിമാരുടെ രഹസ്യങ്ങൾ നിവർത്തിപ്പാനും തൻ്റെ സൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ശരീരത്തിൻ്റെ യാഗത്താൽ അവരുടെ വചനങ്ങളെ നിറവേറ്റുവാനുമായി പിതാവ് കൽപ്പിച്ചയച്ച മഹോന്നതമായ വചനവും അബ്രഹാം തൻ്റെ സദൃശ്യങ്ങളെ രൂപവൽക്കരിക്കുകയും ഇസഹാക്ക് മരത്തിന്മേലുള്ള തൻ്റെ ബലിയെ മുൻകൂട്ടി രേഖപ്പെടുത്തുകയും തൻ്റെ ദിവസത്തെ അവന് കാണിച്ചു കൊടുക്കുകയും തൻ്റെ രക്ഷയിൽ അവർ സന്തോഷിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ഏകജാതനുമായ കർത്താവിന് ഈ നേരത്തിലും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ബറക്കുമോർ ബക്കുലഹൂന്യമോസോ ബറക്കുമോർ അദൃശ്യമാനായ പിതാവിൻ്റെ പുത്രനും സൃഷ്ടിയല്ലാത്തവനും സങ്കല്പിപ്പാൻ വഹിയാത്തവനുമായ വചനമായ ദൈവമേ, കൽപ്പന ലംഘനമാകുന്ന ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്ന ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആകൃതി കൊണ്ടും സ്വഭാവത്താലും ഞങ്ങളുടെ മാംസത്തോട് നിന്നെ നീ കൂട്ടിച്ചേർത്തു. നീ ദൈവമായിരിക്കുമ്പോൾ ദാവീദിൻ്റെ പുത്രിയാകുന്ന കന്യകയിൽ നിന്ന് ജഡപ്രകാരം ജനിക്കുകയും വ്യത്യാസം കൂടാതെ മനുഷ്യനായി തീരുകയും ചെയ്തു. മനുഷ്യപ്രകാരം ദാവീദിൻ്റെ പുത്രനെന്നും
അബ്രഹാമിന്റെ പുത്രൻ എന്നും നീ വിളിക്കപ്പെട്ടു. നീ അബ്രഹാമിന്റെ ദൈവവും ദാവീദിന്റെ നാഥനുമാണെന്ന് യഹൂദന്മാരെ ധരിപ്പിപ്പാൻ നീ തിരുമനസ്സായപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുവാൻ ആഗ്രഹിക്കുകയും കണ്ട് സന്തോഷിക്കുകയും ചെയ്തു എന്നും അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഞാനുണ്ട് എന്നും എൻ്റെ വലതുഭാഗത്ത് നീ ഇരിക്ക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു എന്നും ഞാൻ അവൻ്റെ പുത്രനാണെങ്കിൽ അവൻ ആത്മാവിൽ കർത്താവെന്ന് എന്നെ വിളിക്കുന്നത് എങ്ങനെയെന്നും നീ അവരോട് ചോദിച്ചു. നിന്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഇറങ്ങിവന്ന നിന്റെ രഹസ്യത്താൽ ഇസഹാക്ക് അവൻ്റെ പിതാവിനാൽ അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാട് പോലെ കൂട്ടിക്കൊണ്ടുപോകപ്പെട്ടു. ബലി കഴിക്കപ്പെടുവാനായിട്ട് ഉറുശലേമിലേക്ക് നീ പ്രവേശിച്ചപ്പോൾ കഴുതമേൽ കരേറിയ പ്രകാരം ഇസഹാക്ക് നിന്റെ സൂചനയാൽ കഴുതപ്പുറത്ത് കരേറിപ്പോയി. നീ അതിന്മേൽ കുരിശിക്കപ്പെട്ട മരത്തെ വഹിച്ച് ഗോകുൽത്തായിലേക്ക് കരേറിപ്പോയതുപോലെ ഇസഹാക്ക് നിന്റെ സൂചനയാൽ വിറകുകൾ വഹിച്ച് പർവ്വതത്തിലേക്ക് കരേറിപ്പോയി. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് നീ നിന്റെ പിതാവിനോട് അപേക്ഷിച്ച പ്രകാരം നിന്റെ സൂചനയാൽ ബലിക്കുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ഇസഹാക്ക് തൻ്റെ പിതാവിനോട് ചോദിച്ചു. നിന്റെ പിതാവിനോടുകൂടെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളെ ഉറപ്പിച്ച പ്രകാരം നിന്റെ സൂചനയാൽ അവൻ്റെ പിതാവിനോടുകൂടി ബലിപീഠം പണിതുണ്ടാക്കി. മൗനമായി നീ മരത്തിന്മേൽ തറയ്ക്കപ്പെട്ടതുപോലെ ഇസഹാക്ക് നിന്റെ രഹസ്യത്താൽ മൗനമായി ബന്ധിക്കപ്പെടുകയും വിറകിന്മേൽ വയ്ക്കപ്പെടുകയും ചെയ്തു. ലോകരക്ഷയ്ക്കായി നീ എഴുന്നള്ളി വരികയും സർവ്വലോകത്തിനും വേണ്ടി അർപ്പിക്കപ്പെടുകയും ചെയ്തതിനാൽ എൻ്റെ കർത്താവേ, ദീർഘദർശനിയിൽ നിന്ന്, അതായത് കന്യകയിൽ നിന്ന് ജനിച്ച കുഞ്ഞാടെന്ന് നീ വിളിക്കപ്പെട്ട പ്രകാരം തൽക്ഷണം വൃക്ഷത്തിൽ നിന്നുള്ള കുഞ്ഞാട് നിന്റെ സൂചനയാൽ കാണപ്പെടുകയും അവന് പകരം ബലി കഴിക്കപ്പെട്ട് അവനെ രക്ഷിക്കുകയും ചെയ്തു. വഞ്ചനയുടെയും പാപത്തിൻ്റെയും ബന്ധനത്തിൽ നിന്ന് നിന്റെ കഷ്ടാനുഭവത്താലും മരണത്താലും ലോകം സ്വതന്ത്രമാക്കപ്പെട്ടു. കർത്താവേ, അബ്രഹാം നിന്റെ സൂചനയിലും ഇസഹാക്കിന്റെ രക്ഷയിലും സാറാ അവളുടെ പുത്രനെ കണ്ടതിനാലും ഏതു പ്രകാരം സന്തോഷിച്ചുവോ അപ്രകാരം നിന്റെ പിതാവും ലോകത്തെ നീ രക്ഷിച്ചതിനാലും നിന്റെ മാതാവ് നിന്റെ ഉയർപ്പിലും സന്തോഷിച്ചു. എൻ്റെ കർത്താവേ, പാപബന്ധനങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ അഴിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തുകയും നിന്റെ ദിവ്യദർശനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ഞങ്ങളെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലേക്ക് ഉയർത്തി കരയറ്റുകയും ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോരെയും അവരോടുകൂടി സന്തോഷിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും. വറക്കുമോർ ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോർ പൈതലായി ഇസ്ഹാക്ക് ബന്ധിതനായി വെൽവീടത്തിൽ വയ്ക്കപ്പെട്ടു. മരിക്കുന്നതിനും സൃഷ്ടാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നതിനും അവന് സന്തോഷമായിരുന്നു. ഇത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിപ്പാൻ നമുക്ക് വേണ്ടി മരിച്ച പുത്രൻ്റെ രഹസ്യത്തെ സൂചിപ്പിക്കുകയായിരുന്നു. പരിശുദ്ധാത്മദൃഷ്ടിയാൽ തൻ്റെ സാദൃശ്യങ്ങൾ ദർശിച്ച നീതിമാന്മാരുടെ വചനങ്ങൾ സത്യമായി നിറവേറ്റിയ ഉപങ്ങളുടെ നാഥന് സ്തുതി. ബാറക്കുമോ കുഞ്ഞാട് ഇസ്ഹാക്കിനെ രക്ഷിച്ച പ്രകാരം സഭയെ നിന്റെ മക്കളെയും രക്ഷിച്ചു. രക്ഷയ്ക്കായി വന്ന കർത്താവേ, തന്റെ സൂചനയാൽ അബ്രഹാമിനെ സന്തോഷിപ്പിക്കുകയും ഇസ്ഹാക്കിനെ കൊലയിൽ നിന്ന് രക്ഷിക്കുകയും ഗോകുൽത്താമേലുള്ള അതിൻ്റെ ബലിയാൽ പാപമരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും വീണ്ടെടുക്കുകയും തൻ്റെ പിതാവിനെ പ്രസാദിപ്പിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി സുഗന്ധവാസനയായി തീരുകയും ചെയ്ത വചനമായ ദൈവമേ, നിന്റെ കൃപ മൂലം ഇവിടെ ഈ ലോകത്തിൽ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ച് സന്തോഷിപ്പിക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിൽ പുനരുദ്ധാന നാളിൽ സന്തോഷമുഖത്തോടെ ഞങ്ങളെ കൈക്കൊള്ളുകയും ചെയ്യണമേ.
ഞങ്ങൾക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടമനുഭവിച്ച മശിഹാതമ്പുരാനെ, നിന്റെ വലതുഭാഗത്തുള്ള കുഞ്ഞാടുകളോടുകൂടി നിന്റെ മോക്ഷത്തിൽ ഞങ്ങളെ ആഹ്ലാദിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ ബാറക്കുമോർ കർത്താവെ, അബ്രഹാം മലയിൽ വെച്ച് നിന്റെ രഹസ്യത്തെ ദൃഷ്ടാന്തപ്പെടുത്തി. എന്തെന്നാൽ അവൻ്റെ ഏകജാതനെ വൃക്ഷത്തിൽ നിന്നുള്ള കുഞ്ഞാട് രക്ഷിച്ചു. കുഞ്ഞാട് ഇസാക്കിനെ വിടുവിക്കുകയും കൊലയിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്തു. നിന്റെ സാദൃശ്യത്തിൽ ഇസഹാക്ക് രക്ഷ പ്രാപിച്ചതിനെ കണ്ട് അബ്രഹാം സന്തോഷിച്ചു. ഞങ്ങൾക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനെ സ്തുതി. ബാറക്കുമോ സാറാ പറഞ്ഞു, എന്തെന്നാൽ ഏകപുത്രനെ എവിടേക്ക് നീ കൂട്ടിക്കൊണ്ടു പോകുന്നു? അവനോട് രഹസ്യത്തിൽ എന്ന പോലെ നീ ചെയ്യുന്നത് എന്താണ്? എന്റെ ദർശനം ഏതോ രഹസ്യത്തെ സൂചിപ്പിക്കുന്നതിനും ഉപമകളെ ദൃഷ്ടാന്തീകരിക്കുന്നതിനും തുല്യമാകുന്നു. കർത്താവ് നിങ്ങൾ കനിയാത്രയാവുകയും ഞങ്ങൾക്കായി നീയേറ്റൊരു പീഠ താഴ്ചകളേറ്റം ധന്യം നാഥ. ഇസഹാക്കിൻദൃഷ്ടാന്തം ശ്രേഷ്ഠം തന്യാഗത്തിൻ വിറകിൻ ഭാരം താൻ തന്നെ തോളിന്മേലേന്തി ക്രൂശിൽ കേറാൻ ക്രൂശും താങ്ങി പോയോൻ തൻ ദൃഷ്ടാന്തം കാട്ടി. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ വിധി ചെയ്യൽ മസീഹാസ്കീപാമൃതി കഷ്ടതകൾക്കായി വന്നോനേ. ബന്ധിച്ചിട്ട വിറകിന്മീതെ സുതനേ വാളീനു നേരെ സങ്കടമെന്നെ കണ്ടം കാട്ടി കുഞ്ഞാടാകും സൂചന തരും കാണപ്പെട്ടു. ഈ സഹാക്കിൻ കെട്ടൊഴിവായി താതൻ സന്തോഷിച്ചു.
Barakmo la Moriush Bohola and Walaikim Rahama Ulawalmi. Amen. Evangelion Gadishaman Yuhanon Shliho. പ്രിയനായിസോ യേശുദമ്പുരാൻ അരുളി ചെയ്തു, ഞാൻ സ്വയമൊന്നും ചെയ്യുകയില്ല, എന്നാലോ എന്നോട് പറയുന്ന പ്രകാരം വിധിക്കുന്നു. എൻ്റെ വിധി നീതിയുള്ളതുമാകുന്നു. എന്തെന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത്. ഞാൻ തന്നെ എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയാൽ എൻ്റെ സാക്ഷ്യം സത്യമാവുകയില്ല. എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്ന വേറൊരാളുണ്ട്. അവൻ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യമാണെന്ന് ഞാൻ അറിയുകയും ചെയ്യുന്നു. നിങ്ങൾ യോഹന്നാൻ്റെ അടുത്ത് ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം നൽകി. എന്നാൽ ഞാൻ മനുഷ്യരിൽ നിന്നുള്ള സാക്ഷ്യം സ്വീകരിക്കുന്നില്ല. നിങ്ങൾ രക്ഷ പ്രാപിക്കുവാനാണ് ഞാനിത് പറയുന്നത്. യോഹന്നാൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയം അവൻ്റെ പ്രകാശത്തിൽ സന്തോഷിക്കുവാൻ ഇച്ഛിച്ചു. എന്നാൽ എനിക്ക് യോഹന്നാൻ്റെ സാക്ഷ്യത്തേക്കാൾ ശ്രേഷ്ഠമായ സാക്ഷ്യമുണ്ട്. എന്തെന്നാൽ ഞാൻ നിറവേറ്റുവാൻ പിതാവ് എന്നെ ഏൽപ്പിച്ച പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്നത് സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു നാളും അവൻ്റെ ശബ്ദം കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കാത്തതിനാൽ അവൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. നിങ്ങൾ തിരുവെഴുത്തുകൾ പരിശോധിക്കുവിൻ, അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടല്ലോ. അത് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. എങ്കിലും നിത്യജീവൻ ലഭിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മനുഷ്യരുടെ അംഗീകാരം ഞാൻ സ്വീകരിക്കുന്നില്ല. എന്തെന്നാൽ നിങ്ങൾക്ക് ദൈവസ്നേഹമില്ലെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ സ്വീകരിക്കും. തമ്മിൽ തമ്മിൽ ബഹുമതി സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്നുള്ള ബഹുമതി അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? ഞാൻ നിങ്ങളെപ്പറ്റി പിതാവിൻ്റെ മുമ്പായ കുറ്റം ആരോപിക്കുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങളിൽ കുറ്റം ആരോപിക്കുന്നവൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെയാകുന്നു. മോശയെ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. എന്തെന്നാൽ മോശ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ വചനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? തിബരിയാസ് എന്നു പേരുള്ള ഗലീലക്കടലിൻ്റെ മറുകരയിലേക്ക് യേശു പോയി. അവൻ രോഗികൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ടതുകൊണ്ട് വലിയ ജനക്കൂട്ടം അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തമ്പുരാൻ മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. ബാറക്കിമോ ലമോറിയോ സെഗുത്തോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ നിങ്ങളോട് കരുണ ചെയ്യണമേ. ബാറക്കുമോർ ഉറങ്ങിയവരെ നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് സ്തുതിപ്പീൻ. ആകാശത്തിൽ നിന്ന് കർത്താവിനെ സ്തുതിപ്പീൻ. ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ. ആദ്യന്തരന്മാരെ അവനെ സ്തുതിപ്പിൻ. പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് മീതെയുള്ള വെള്ളങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. സൃഷ്ടിക്കപ്പെട്ടു, അവന്റെ നീക്കമായി സ്ഥിരപ്പെടുത്തി, നിയമം നിശ്ചയിച്ചു കഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും ഉറച്ച വെള്ളവും ഹിമവും അവന്റെ വചനപ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സ്ഥലങ്ങളും ഫലവൃക്ഷങ്ങളും സ്ഥലഹാരികളും മൃഗങ്ങളും സ്ഥലഹാരികളും
സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകല ജനങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യകമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്നാലും നാം മാത്രം വലിയതാകുന്നു. എൻ്റെ മാത്രം ഭൂമിയിലും ആകാശങ്ങളുമുണ്ട്. തനിക്കെടുത്തനുമായ ഇസ്രായേൽ മക്കൾക്ക് മഹത്വം ഉയർത്തുന്നു. കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിഹിയോന്റെ പുത്രന്മാർ തങ്ങളെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. തപ്പുകളാൽ തീർത്തപ്പോഴാൽ നാമത്തെ സ്തുതിക്കുകയും വീണുകളാൽ പാടുകയും ചെയ്യട്ടെ. രക്ഷപ്പെടുകയും ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിലുകൾ മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ഠങ്ങൾ കൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും. കൊടുക്കാനും രാജാക്കന്മാരെ അല്ലാത്തവൾ കൊണ്ടും നടത്തുവാനും നീതിമാന്മാർ മഹത്വം ഉണ്ടാക്കുവാനും. കർത്താവിനെ അവന്റെ ശുദ്ധസ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയോടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചതുരത്തപ്പുകളാലും അവനെ സ്തുതിപ്പിൻ. മാതിരിമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പിൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പിൻ. ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പിൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. Barakimor, glory to that sublime and exalted in his essence, who is extolled by the heavenly hosts above, and here below despised and insulted by the Jews who deny grace. The Blessed One, blessed by the cherubim with eloquent wheels, and unjustly accused by the priest of the people, the Holy One who sanctifies all, who is shamelessly blasphemed by the scribes and the Pharisees with impiety, and sanctified in threefold manner by the holy seraphim. To him befits all glory, honor, and worship at this time of the night prayers of the Tuesday of his blessed Passion, and at all feasts, seasons, hours, and all the days of our lives. Barakimor bakul hanya moso dahain lawal bin. Amen. Barakimor, the good Lord who came to fulfill in his person the figures indicated by the prophets, and became the sacrifice, absolved the world by the pouring of his life-giving blood. The Redeemer who for us offered the sacrifice to his begetter, and acquired salvation for us by his compassion. The exalted one who indicated birth and death by the lamb from the tree, which was offered as a sacrifice in the place of Isaac, and by these things performed there on the mountain of Moriah, and showed Abraham the day of his passion and the glory of his resurrection. The simple one who was held by hands because he became composed, and abused by the evil because he took flesh. The shadows fought against the luminaries because he humbled himself, and he was imprisoned because he came down. The evildoers stripped off the fair one, and he was not exposed, and by the stripping off of his flesh exposed the prince of iniquity without being contemptible. The mighty one who holds the creation with his gesture,
because he is God, carried the cross and caused suffering to the suffering by his passion, because he did not change. The living one drank the chalice of death, for he became one among us, and he killed death by his death, for he is equal to his Father. The exalted one who descended into Sheol like the dead, and as the living one destroyed its fortifications. To you, O God, who by your incomprehensible love inclined yourself to this humiliation, we offer this fragrant incense. By your love for humanity, be pleased and accept it from our feeble hands, and strengthen us to keep your commandments and to drive away every thought of pride that rises against truth. Through the name inscribed within the veils of your holiness, at whose hearing Sheol is alarmed, and the abyss is torn, and the enemy is trampled, and the evil spirits are expelled. Hold us worthy by faith to chase away disobedience, and to blot out wrath, and to humble pride, and to destroy every nature that generates evil, and to possess pure and non-perverted minds, and with virtuous manners to reach the end which is pleasing to you. To you we will offer up glory and thanksgiving, to your Father and to your Holy Spirit, now and always and forever and ever. Barakimor Hosho Babkul Zaban Lavalmin. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ ഒന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബാറക്കുമോർ, നീ ജാതികളെ നശിപ്പിക്കുകയും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളിയെ നടുകയും ചെയ്തു. അതിനു മുമ്പിൽ പർവ്വതങ്ങൾ കുഞ്ഞാടുകളെ പോലെ തുള്ളിയും അതിലുള്ള വിശിഷ്ടമായ മുന്തിരിക്കുലയെ ജാതികൾ പറിച്ചെടുക്കുകയും തിന്ന് തൃപ്തരാവുകയും തന്റെ മരത്തിന്മേൽ ക്രൂശിച്ചവർ എന്നേക്കും നശിക്കുകയും ചെയ്തു. ബാറക്കുമോ വിശ്വാസമുള്ള വിശുദ്ധ സഭയെ നീ സ്തുതി പാടുക. എന്റെ മരണത്താൽ പാപികളെ ജീവിപ്പിക്കുകയും എന്റെ കഷ്ടാനുഭവം എന്റെ മക്കളെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും എന്റെ ഉയർപ്പിന്റെ ദിവസത്തിൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും ആകാശത്തെയും ഭൂമിയെയും സന്തോഷിപ്പിക്കുകയും സ്തുതി പാടുക. ഞങ്ങൾക്കായി നീ ഏറ്റൊരു പീഠ താഴ്ചകളെ ധന്യം നാഥ. ഇരുലോകത്തും ഘോരാരാവം ഘോഷിച്ചിട്ടും സിയോൻ നിദ്ര വിട്ടില്ലെന്നാലവളുടെ കാന്തൻ വർദ്ധിച്ചപ്പോൾ അവൾ എഴുന്നേറ്റ ഉണർവുള്ളോനെ നീക്കം ചെയ്തു. നിൻവിധി ചെയ്തോർ വിധിയേൽക്കുമ്പോൾ മുറിയോറാഹിമേലൈനു മസീഹോ ദേസലഹാസോ മൗത്തോ ലസ്കീഫൂസോ
നിങ്ങൾ സ്വർഗീയ മലഹമാ സ്തുതിക്കുന്നത് പോലെ ബലഹീന മൺമേരുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. പിതാവിൻ്റെ പുത്രനും വചനവും ലോകത്തിൻ്റെ ഭാഗത്ത് വഹിക്കുന്നവനും വഹിച്ചവനുമായ ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിൻ്റെ വലതുഭാഗത്ത് മഹത്വത്തോടെ ഇരിക്കുന്നവനെ ദയ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലത്തും നിങ്ങൾ ജീവനോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, മഹത്വനിക്ക് യുക്തമാവുന്നു. സകലത്തിൻ്റെയും ദൈവവും സത്യത്തിൻ്റെ പിതാവുമായവനെ, നിനക്കും ഏകജാതനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കുമ്പോൾ ചേർച്ചയാവുന്നു. മോറാനീശ് മിശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങളുടെ നേരെ നീ അടയ്ക്കരുതേ. L'amor teshbahato labuk Abund Bismayo. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കു മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരിയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിൻ്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തൻ്റെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മോത്തത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും
തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ ഉറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ബാറക്കുമോർ സവൻ കാലോസ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ.